കായികാരവം സദാ കവിതയായി ജ്വാലയാം തിരി ഇതാ തെളിമയായി മനസ്സാകെയുണരാൻ കാത്ത് നിന്ന് ചാരേ ഒരുതി മുന്നേറും തണലിനാരോഗ്യം മനതാര് വിടരാൻ നേരമിഴിയായി ഇവിടിതാ തുടങ്ങയായി ഓ ഹായ് ഫ്രണ്ട്സ്, ഞാൻ ടോം ജോസഫ്. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്കായി കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായി LNCP സഹകരണത്തോടെ സംഘടിപ്പിക്കുന്ന ഓൺലൈൻ ഫിസിക്കൽ ഫിറ്റ്നസ് ആൻഡ് സ്പോർട്സ് അവയർനെസ് പ്രോഗ്രാമിനെ കുറിച്ച് കേട്ടപ്പോൾ എനിക്ക് വളരെയധികം സന്തോഷം തോന്നി. COVID-19 കാരണം നമ്മളെല്ലാവരും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. വിദ്യാർത്ഥികൾ മുഴുവനും ഇപ്പോൾ വീടുകളിലിരുന്നും ഓൺലൈൻ ക്ലാസുകൾ അറ്റൻഡ് ചെയ്യുകയും വീടുകളിൽ നിന്ന് പുറത്തിറങ്ങാൻ സാധിക്കാത്ത അവസ്ഥയിലുമാണ്. TV പ്രോഗ്രാമുകളിലേക്കും വീഡിയോ ഗെയിമുകളിലേക്കും മാത്രമായി ചുരുങ്ങിയ നമ്മുടെ വിദ്യാർത്ഥികൾ ഇപ്പോൾ യാതൊരുവിധ വ്യായാമങ്ങളുമില്ലാത്ത അവസ്ഥയിലാണ്. ഈ ഒരു സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള പരിപാടികൾ ആരംഭിക്കാൻ മുന്നോട്ട് വന്ന കേരള ഒളിമ്പിക് അസോസിയേഷനെ അഭിനന്ദിക്കാതിരിക്കാൻ വയ്യ. ഈ പരിപാടി കാണുന്ന വിദ്യാർത്ഥികളോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങളെല്ലാവരും ഈ പരിപാടി കണ്ട് വീട്ടിലിരുന്ന് പരിശീലിക്കണം. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് വേണ്ടത് ആരോഗ്യമാണ്. കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്കായി സംഘടിപ്പിക്കുന്ന സ്റ്റേ ഫിറ്റ് എന്ന പരിപാടിക്ക് എന്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. സ്റ്റേ ഫിറ്റ് ആൻഡ് സ്റ്റേ സേഫ്. എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഈ കോവിഡിന്റെ പശ്ചാത്തലത്തിൽ നാം എല്ലാവരും വീട്ടിൽ ബോറടിച്ചിരിക്കുവല്ലേ? വളരെയധികം ആക്റ്റീവായിരുന്ന നാം എല്ലാവരും ഇപ്പോൾ ഇനാക്റ്റീവായ ഒരു അവസ്ഥയിലാണ്. പുറത്തിറങ്ങുവാനോ കളിക്കുവാനോ കഴിയാത്ത ഒട്ടേറെ കൂട്ടുകാർ നമുക്കൊപ്പമുണ്ട്. എന്നാൽ ഇവരെ സ്കൂളിൽ പോയിരുന്ന സമയത്ത് വളരെയധികം ആക്റ്റീവായിരുന്നു. നിങ്ങളുടെ കായികാധ്യാപകന്റെ സഹായത്തോടുകൂടി വളരെയധികം ആക്ടിവിറ്റികളിൽ നമ്മൾ ഏർപ്പെടാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ അനുഭവിച്ചറിഞ്ഞ മാനസികമായും ശാരീരികമായും ഉണ്ടായിരുന്ന മാറ്റങ്ങൾ വീട്ടിലെ പരിമിതമായ സ്ഥലം ഉപയോഗിച്ചുകൊണ്ട് പ്രത്യേക രീതിയിലുള്ള ആക്ടിവിറ്റിയിലൂടെ നമുക്കൊന്ന് റിക്രിയേറ്റ് ചെയ്താലോ? നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ. ഏതൊരു പ്രവർത്തനം ചെയ്യുന്നതിന് മുമ്പും നാം നമ്മുടെ ശരീരത്തെയും നമ്മുടെ മനസ്സിനെയും അതിനായിട്ട് സജ്ജമാക്കേണ്ടതുണ്ട്. സ്റ്റേ ഫിറ്റ് പ്രോഗ്രാമിലൂടെ വളരെയധികം നല്ല ആക്ടിവിറ്റികൾ വാമിംഗ് അപ്പിനായി നമ്മൾ പരിചയപ്പെട്ടു. ഇന്ന് നമുക്കൊരു വാമിംഗ് അപ്പ് ഡാൻസ് പരിശീലിച്ചാലോ? നിങ്ങൾ റെഡിയല്ലേ? ഓക്കെ, റെഡി. ഈ ഡൈനാമോ ഡാൻസ് നമുക്ക് പരിശീലിക്കാവുന്നതാണ്. എന്നോടൊപ്പം ഇഷിതയും പവിത്രയുമാണ് ഇന്ന് ഈ വാമിംഗ് അപ്പ് ഡാൻസിന് വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് ഇവരോടൊപ്പം ഈ ആക്ടിവിറ്റി പങ്കെടുക്കാം. ഓക്കെ, റെഡി?
ഓക്കെ, നിങ്ങളെല്ലാവരും ഈ വാമിംഗ് അപ്പ് ഡാൻസ് കൃത്യമായി പരിശീലിച്ചില്ലേ? ശരീരം ചെറുതായെങ്കിലും വാമായി എന്ന ഫീൽ നമുക്കുണ്ടോ? ഓക്കെ, നമുക്ക് ചിലർക്കെങ്കിലും ദാഹം തോന്നിയിട്ടുണ്ടാവാം. നമുക്ക് 30 സെക്കൻഡ് ഒരു വാട്ടർ ബ്രേക്ക് എടുത്താലോ? വേഗം വെള്ളം കുടിച്ച് തിരിച്ചു വരണം. നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾ സുഗമമായി നടക്കുന്നതിന് ധാരാളം ജലം ആവശ്യമാണ്. കായിക പ്രവർത്തനങ്ങൾ ഏർപ്പെടുമ്പോൾ വിയർക്കുന്നതിലൂടെയും മറ്റും ധാരാളം ജലം ശരീരത്തിൽ നിന്നും നഷ്ടപ്പെടും. അതുവഴി നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകുവാനുള്ള സാധ്യത കൂടുതലാണ്. അങ്ങനെ വരാതിരിക്കാൻ ധാരാളം വെള്ളം കുടിക്കണം. ആക്ടിവിറ്റികൾക്കിടയിൽ ഉള്ള റെസ്റ്റ് ടൈമിൽ നമുക്ക് വെള്ളം കുടിക്കാവുന്നതാണ്. എന്നാൽ ഒറ്റയടിക്ക് കുടിക്കാതെ സിപ്പായി വേണം വെള്ളം കുടിക്കേണ്ടത്. ഓക്കെ, കൂട്ടുകാരുടെ ക്ഷീണവും തളർച്ചയൊക്കെ മാറിയില്ലേ? ഇനി നമുക്ക് വ്യത്യസ്തവും എന്നാൽ രസകരവുമായ ഒരു ഫിറ്റ്നസ് ക്ലോക്ക് പരിചയപ്പെട്ടാലോ? ക്ലോക്കിന്റെ മധ്യഭാഗത്തു നിന്നും ജോഗിംഗ്, സൈഡ് റൺ, ബാക്ക്വേർഡ് റണ്ണിംഗ് എന്നീ മൂവ്മെന്റിലൂടെ ക്ലോക്കിന്റെ വശങ്ങളിലേക്ക് എത്തി അവിടെ ക്രമീകരിച്ചിരിക്കുന്ന വ്യത്യസ്തമായ ആക്ടിവിറ്റികൾ നിശ്ചിത സമയത്തിനുള്ളിൽ അവിടെ വെച്ചും മധ്യഭാഗത്ത് വെച്ചും ചെയ്യേണ്ടതാണ്. ക്ലോക്കിന്റെ മധ്യഭാഗത്തു നിന്നും ബാക്ക് റൺ ചെയ്ത് 12 എന്ന സമയത്തിലേക്ക് എത്തുകയാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, റെഡി, സ്റ്റാർട്ട്. 12 എന്ന സമയത്തിൽ എത്തിച്ചേർന്നാൽ സ്ക്രീനിൽ കാണുന്ന വ്യായാമം തുടർച്ചയായി പരിശീലിക്കുക. നീ ഹഗ്സ്, സ്റ്റാർട്ട്. കാൽമുട്ടുകൾ പരമാവധി നെഞ്ചിനോട് ചേർത്ത് വെക്കുവാൻ ശ്രമിക്കുക. ഗുഡ്, keep going. സ്റ്റോപ്പ്. ഇനി ഫോർവേഡ് റൺ ചെയ്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് തിരിച്ചു വന്നേ. യെസ്, ഇനി മധ്യഭാഗത്ത് വെച്ച് ചെയ്യേണ്ട വ്യായാമമാണ് സ്പോട്ട് റൺ. റെഡി, സ്റ്റാർട്ട്. താളാത്മകമായി ഇത്തരത്തിൽ സ്പോട്ട് റൺ പരിശീലിക്കേണ്ടതാണ്. Good. Keep going. Stop. ഇനി വീണ്ടും ബാക്ക് റൺ ചെയ്തുകൊണ്ട് 1 മണി സമയത്തിലേക്ക് എത്തുക. സ്റ്റാർട്ട്. അവിടെ സൈഡ് ലഞ്ച് എന്ന എക്സർസൈസ് തുടർച്ചയായി പരിശീലിക്കുന്നു. ഇതിനായി കാലുകൾ ഷോൾഡറിനേക്കാളും കൂടുതൽ അകത്തി കാൽപാദങ്ങൾ നേരെ വെച്ച് വശങ്ങളിലേക്ക് മാറി മാറി കാൽമുട്ടുകൾ മടക്കി സ്ക്രീനിൽ ചെയ്യുന്നത് പോലെ പരിശീലിക്കേണ്ടതാണ്. ഓക്കെ, സ്റ്റാർട്ട്. ഗുഡ്. കീപ് ഗോയിങ്. സ്റ്റോപ്പ്. ഫോർവേഡ് റൺ ചെയ്തുകൊണ്ട് മധ്യഭാഗത്തേക്ക് തിരിച്ചെത്തുക. ഇനി പെഗ് ഡക്ക് നീ ലിഫ്റ്റ് എക്സർസൈസ് പരിശീലിക്കാം. സ്റ്റാർട്ട്. കാൽമുട്ടുകൾ ഹിപ്പിന് സമാന്തരമായി മാറി മാറി ഉയർത്തുന്നതോടൊപ്പം പെഗ് ഡക്ക് ഫ്ലൈ എന്ന എക്സർസൈസ് കൈകൾ ഉപയോഗിച്ച് ചെയ്യുന്നു. കീപ് ഗോയിങ്. ഗുഡ്. സ്റ്റോപ്പ്. ഇനി സൈഡ് റൺ ചെയ്തുകൊണ്ട് 3ലേക്ക് എത്തിയ ശേഷം ഓൾട്ടർനേറ്റ് ലെഗ് സ്വിംഗ് പരിശീലിക്കാം. ഓക്കെ, സ്റ്റാർട്ട്. ചെറിയ ഒരു ബൗൺസിംഗ് ആക്ഷൻ ചെയ്തുകൊണ്ട് കാലുകളെ വശങ്ങളിലേക്ക് ഷേക്ക് ചെയ്യുന്നു. സ്റ്റാർട്ട്. കീപ് ഗോയിങ്. ഗുഡ്. സ്റ്റോപ്പ്. ഇനി മധ്യഭാഗത്തേക്ക് തിരിച്ചു വന്ന് 3 point ടച്ച് ആർക്ക് ബാക്ക് എന്ന എക്സർസൈസ് തുടർച്ചയായി പരിശീലിക്കുന്നു. സ്റ്റാർട്ട്. കാലുകൾ ഷോൾഡറിനേക്കാളും അകത്തി കാൽമുട്ടുകൾ മടക്കാതെ ഈ വ്യായാമം തുടരേണ്ടതാണ്.
സ്റ്റാർട്ട്. ഓക്കെ, ഗുഡ്. Keep going. Side, front, back and arch. Stop. ഇനി 4ലേക്ക് എത്തിച്ചേരുക. അവിടെ ഫോർവേഡ് സിം എക്സർസൈസ് ആണ് പരിശീലിക്കേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട്. കൈമുട്ടുകൾ നിവർത്തി പിടിച്ച് താളാത്മകമായി പരിശീലിക്കുക. സ്റ്റാർട്ട്. Good. Stop. ഇനി മധ്യഭാഗത്തേക്ക് തിരിച്ചു വരിക. അവിടെ സ്കോട്ട് ഷഫിൾ എന്ന എക്സർസൈസ് പരിശീലിക്കുക. സ്റ്റാർട്ട്. ഒരു ചെയറിൽ ഇരിക്കുന്നത് പോലെ കാലുകൾ ഷോൾഡറിനേക്കാളും അകലത്തിൽ വെച്ച് സ്കോട്ട് പരിശീലിക്കുവാൻ ശ്രദ്ധിക്കുക. ഓക്കെ, വെരി ഗുഡ്. സ്റ്റോപ്പ്. ഇനി നമുക്ക് സൈഡ് വേഡ് റൺ ചെയ്തുകൊണ്ട് 5ലേക്ക് എത്തുക. അവിടെ ബാക്ക്വേർഡ് സിം ആം റൊട്ടേഷനാണ് പരിശീലിക്കേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റാർട്ട്. ഗുഡ്. ഒരു നീന്തൽ ചെയ്യുന്നത് പോലെയാണ് നമ്മൾ ഈ ആക്ടിവിറ്റി പരിശീലിക്കേണ്ടത്. Good going. Stop. ഇനി സെന്ററിലേക്ക് തിരികെ പോകുക. അവിടെ നമുക്ക് ഹിപ്പ് ട്വിസ്റ്റ് എന്ന ആക്ടിവിറ്റിയാണ് പരിശീലിക്കേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട്. ഒരു ചെറിയ ബൗൺസ് ചെയ്തുകൊണ്ട് വേണം ഇത് പരിശീലിക്കുവാൻ. ഗുഡ്. വെരി ഗുഡ്. ഗുഡ്. സ്റ്റോപ്പ്. ഇനി നമുക്ക് ഫോർവേഡ് റൺ ചെയ്തുകൊണ്ട് 6ലേക്ക് എത്തേണ്ടതാണ്. സ്റ്റാർട്ട്. അവിടെ നിങ്ങൾക്ക് ലെഫ്റ്റ് ലെഗിൽ ബാലൻസിംഗ് എക്സസൈസ് ആണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട്. ലെഫ്റ്റ് ലെഗിൽ നിന്നുകൊണ്ട് കൈകൾ വശങ്ങളിലേക്ക് തോളിന് സമാന്തരമായി ഹോൾഡ് ചെയ്യേണ്ടതാണ്. ഗുഡ്. Okay, stop. ഇനി ബാക്ക്വേർഡ് റൺ ചെയ്തുകൊണ്ട് സെന്ററിലേക്ക് തിരികെ എത്തുക. അവിടെ നിങ്ങൾക്ക് ബട്ട് കിക്ക് എന്ന ആക്ടിവിറ്റിയാണ് പരിശീലിക്കേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട്. താളാത്മകമായി കാലുകൾ പിറകിലേക്ക് കൊണ്ടുവരേണ്ടതാണ്. ഗുഡ്. കീപ് ഗോയിങ്. കീപ് ഗോയിങ്. സ്റ്റോപ്പ്. ഇനി അടുത്തതായി നമുക്ക് 7ലേക്ക് ഫോർവേഡ് റൺ ചെയ്തുകൊണ്ട് എത്തേണ്ടതാണ്. സ്റ്റാർട്ട്. അവിടെ റൈറ്റ് ലെഗിൽ ബാലൻസ് ചെയ്യേണ്ടതാണ്. റൈറ്റ് ലെഗിൽ നിന്നുകൊണ്ട് കൈകൾ വശങ്ങളിലേക്ക് തോളിന് സമാന്തരമായി ഹോൾഡ് ചെയ്യേണ്ടതാണ്. വെരി ഗുഡ്. സ്റ്റോപ്പ്. ഇനി ബാക്ക്വേർഡ് റൺ ചെയ്തുകൊണ്ട് സെന്ററിലേക്ക് എത്തുക. അവിടെ നിങ്ങൾക്ക് ഫോർവേഡ് ജംപ്, ബാക്ക് റൺ എന്ന എക്സർസൈസ് ആണ് പരിശീലിക്കേണ്ടത്. മുന്നിലേക്ക് കുതിച്ചു ചാടി ബാക്കിലേക്ക് റൺ ചെയ്തു പോകണം. ഓക്കെ, സ്റ്റാർട്ട്. ഗുഡ്. കീപ് ഗോയിങ്.
താളാത്മകമായി തുടർച്ചയായി ഈ ആക്ടിവിറ്റി പരിശീലിക്കേണ്ടതാണ്. കീപ് ഗോയിങ്, കീപ് ഗോയിങ്. സ്റ്റോപ്പ്. ഇനി നിങ്ങൾ 8ലേക്ക് എത്തിച്ചേരേണ്ടതാണ്. സ്റ്റാർട്ട്. അവിടെ ഹീൽ റൈസ് എന്ന എക്സസൈസ് ആണ് നിങ്ങൾ പരിശീലിക്കേണ്ടത്. സ്റ്റാർട്ട്. കൈ ഹിപ്പിൽ വെക്കുന്നതിന് ശ്രദ്ധിക്കേണ്ടതാണ്. ഗുഡ്. കീപ് ഗോയിങ്, കീപ് ഗോയിങ്. ഗുഡ്, ഗുഡ്. കീപ് ഗോയിങ്. സ്റ്റോപ്പ്. ഇനി സെന്ററിലേക്ക് എത്തേണ്ടതാണ്. അവിടെ നിങ്ങൾക്ക് ക്രോസ് നീ ലിഫ്റ്റ് എന്ന ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട്. തറനിരപ്പിൽ നിന്നും 90 ഡിഗ്രി നീ ഉയർത്തേണ്ടതാണ്. വെരി ഗുഡ്. വെരി ഗുഡ്. സ്റ്റോപ്പ്. ഇനി നമുക്ക് സൈഡ് വേ റൺ ചെയ്തുകൊണ്ട് 9ലേക്ക് എത്തേണ്ടതാണ്. അവിടെ നിങ്ങൾക്ക് ഓൾട്ടർനേറ്റ് ലെഗ് ഷഫിൾ എന്ന ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട്. കാലുകൾ താളാത്മകമായി മുന്നിലേക്കും പിന്നിലേക്കും ചലിപ്പിച്ചുകൊണ്ടാണ് ഈ ആക്ടിവിറ്റി ചെയ്യേണ്ടത്. സ്റ്റാർട്ട്. ഗുഡ്. കീപ് ഗോയിങ്. ഗുഡ്. വെരി ഗുഡ്. ഗുഡ്. സ്റ്റോപ്പ്. ഇവിടെ നിന്നും സൈഡ് വേ റൺ ചെയ്ത് സെന്ററിലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അവിടെ നിങ്ങൾക്ക് സ്ട്രൈറ്റ് പഞ്ച് എന്ന ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട്. കാലുകൾ ഷോൾഡറിൽ നിന്നും അകത്തി വെച്ച് നമുക്ക് പഞ്ച് ചെയ്ത് പരിശീലിക്കേണ്ടതാണ്. ട്രങ്കിനെ ട്വിസ്റ്റ് ചെയ്തുകൊണ്ടാണ് ഇത് പരിശീലിക്കേണ്ടത്. ഗുഡ്. കീപ് ഗോയിങ്. സ്റ്റോപ്പ്. അടുത്തതായി നമ്മൾക്ക് 10ലേക്ക് എത്തിച്ചേരേണ്ടതാണ്. അവിടെ നിങ്ങൾക്ക് ഹൈ നീ എന്ന ആക്ടിവിറ്റിയാണ് പരിശീലിക്കേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട്. സ്റ്റാർട്ട്. വെരി ഗുഡ്. തറനിരപ്പിൽ നിന്നും 90 ഡിഗ്രി എങ്കിലും മുട്ടുകൾ ഉയർന്നിരിക്കണം. വളരെ താളാത്മകമായി ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഗുഡ്. കീപ് ഗോയിങ്, കീപ് ഗോയിങ്. ഓക്കെ, ഗുഡ്. സ്റ്റോപ്പ്. ഇനി അവിടെ നിന്നും സെന്ററിലേക്ക് എത്തിച്ചേരുക. ഓക്കെ, സ്റ്റാർട്ട്. ഗുഡ്. അവിടെ നിങ്ങൾക്ക് ട്രങ്ക് ട്വിസ്റ്റ് എന്ന ആക്ടിവിറ്റിയാണ് ചെയ്യേണ്ടത്. സ്റ്റാർട്ട്. ട്രങ്കിന് വളരെയേറെ ഗുണം ചെയ്യുന്ന ഒരു ആക്ടിവിറ്റിയാണ് ഇത്. ഗുഡ്. കീപ് ഗോയിങ്, കീപ് ഗോയിങ്. ഗുഡ്. സ്റ്റോപ്പ്. ഇനി ബാക്ക്വേർഡ് റൺ ചെയ്തുകൊണ്ട് 11ലേക്ക് എത്തിച്ചേരുക. അവിടെ നിങ്ങൾക്ക് ജമ്പിംഗ് ജാക്സ് എന്ന ആക്ടിവിറ്റിയാണ് പരിശീലിക്കേണ്ടത്. ഓക്കെ, സ്റ്റാർട്ട്. ഗുഡ്. വളരെ താളാത്മകമായി ഈ ആക്ടിവിറ്റി നിങ്ങൾക്ക് പരിശീലിക്കാവുന്നതാണ്. വെരി ഗുഡ്. ഗുഡ്. കീപ് ഗോയിങ്. സ്റ്റോപ്പ്. തിരിച്ച് സെന്ററിലേക്ക് എത്തേണ്ടതാണ്. ഇങ്ങനെ ഒരു റൗണ്ട് പൂർത്തിയായിരിക്കുന്നു. ഓക്കെ, ഈ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾക്കൊരു തളർച്ച അനുഭവപ്പെട്ടില്ലേ? അപ്പോൾ നമുക്ക് കുറച്ചു നേരം ഒന്ന് വിശ്രമിച്ചാലോ? ഇന്ന് നമ്മൾ പരിശീലിച്ചുകൊണ്ടിരിക്കുന്നത് ഫിറ്റ്നസ് ക്ലോക്ക് ആണ്. നിങ്ങൾക്ക് വേറെ ഏതൊക്കെ ക്ലോക്കുകളെ കുറിച്ച് അറിയാം? വീടുകളിൽ സാധാരണയായി അനലിറ്റിക്കൽ ക്ലോക്ക് ആണ് ഉപയോഗിക്കുന്നത്. എന്നാൽ സ്പോർട്സ് ഫീൽഡിൽ നമ്മൾ ഡിജിറ്റൽ ക്ലോക്കുകളാണ് സാധാരണയായി ഉപയോഗിക്കുന്നത്. നമ്മുടെ പ്രിയപ്പെട്ട ഒളിമ്പ്യൻ PT ഉഷയെപ്പറ്റി നിങ്ങൾ കേട്ടിട്ടില്ലേ? സെക്കൻഡിന്റെ 100ൽ 1 വ്യത്യാസത്തിൽ 1984 ലോസ് ആഞ്ചലസ് ഒളിമ്പിക്സിൽ നമ്മുടെ ഇന്ത്യയുടെ ഒരു മെഡൽ നഷ്ടമായി.
ഇന്ത്യയുടെ നഷ്ടം എന്നൊക്കെ നമുക്കതിനെ വിശേഷിപ്പിക്കാം. ഈ ഫിറ്റ്നസ് ക്ലോക്ക് എന്ന ആക്ടിവിറ്റി നമുക്ക് തുടർച്ചയായി പരിശീലിക്കാം. ആദ്യമായി 12ലേക്ക് എത്തുക. അവിടെ നീ ഹഗ് സ്റ്റാർട്ട്. Good. Keep going. Stop. Back to center. Spot run. Good. Keep going. Stop. 1ലേക്ക് എത്തുന്നു. Side lunge. Good. Keep going. Good. Nice. Stop. Back to center. Pec duck knee lift. Good. Good. Very good. Okay, stop. 2ലേക്ക് എത്തുന്നു. Side stretch. Start. Very good. Nice. Keep going. Stop. Back to center. Forward arm swing. Leg lift. Very good. Keep going. Stop. 3ലേക്ക് എത്തുന്നു. Alternate leg swing. Very good. Keep going. Stop. Back to center. 3-point touch arc back. Side, front, back and arch. Side, front, back and arch. Stop. 4ലേക്ക് എത്തുന്നു. Forward sim exercise. Very good. Keep going. Stop. Back to center. Scott shuffle. Very good, very good. Stop. 5ലേക്ക് എത്തുന്നു. Backward swim and rotation. Keep going. Stop. Back to center. Hip twist.
സ്റ്റോപ്പ്. 6 എത്തുന്നു. ലെഫ്റ്റ് ലെഗ് ബാലൻസ്. ഓക്കെ, ഗുഡ്. Keep going. Very good. Very good. Stop. Back to center. Butt kick. Good. Very good. Stop. 7 എത്തുന്നു. Right leg balance. Very good. Keep going. Good. Stop. Back to center. Forward jump. Back run. Very good. Super. Stop. 8 എത്തുന്നു. Heel raise. Stop. Back to center. Cross knee lift. Very good. Stop. 9 എത്തുന്നു. Alternate leg shuffle. Stop. Back to center. Straight punch. Good. Very good. Stop. 10 എത്തുന്നു. High knee. Very good. Keep going. Nice. Stop. Back to center. Front twist. Good. Stop. Finally നമ്മൾ 11 എത്തുന്നു. അവിടെ ജമ്പിംഗ് ജാക്സ്. വെരി ഗുഡ്.
വെരി ഗുഡ്. സ്റ്റോപ്പ്. സെന്ററിലേക്ക് എത്തി. ഈ ആക്ടിവിറ്റി ഇവിടെ പൂർത്തീകരിച്ചു. എല്ലാവരും പഴയ പോലെ ആക്റ്റീവ് ആയല്ലോ. ഇനി നമുക്കൊരു ചലഞ്ച് ആയാലോ? ഈ ആക്ടിവിറ്റി പരിശീലിക്കാൻ കഴിയുന്നവർ മാത്രം പരിശീലിച്ചാൽ മതിയാകും. നമുക്ക് തുടങ്ങാം. ഓക്കെ, 12 നീ ഹഗ്. വെരി ഗുഡ്, വെരി ഗുഡ്. ഗുഡ്. Very good. Stop. Back to center. Spot run. Good. Keep going. Good. Stop. 3 എത്തുന്നു. Alternate leg swing. Very good. Keep going. Stop. Back to center. 3-point touch, arc back. Side, front, back and arch. Side, front, back and arch. Stop. ആറിലേക്ക് എത്തുന്നു. Left leg balance. Super. Okay, good. Super. Very good. Stop. Back to center. Butt kick. Very good. Stop. 9 എത്തുന്നു. Alternate leg shuffle. Very good, very good. Keep going. Stop. Back to center. Straight punch. Very good. Okay, stop. ഈ റൗണ്ട് നിങ്ങൾ വിജയകരമായി പൂർത്തീകരിച്ചിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ഫാമിലിയുമായി ചേർന്ന് ഒരു ഗെയിം ആയാലോ? വളരെ രസകരമായുള്ള ഒരു ഗെയിമാണ്. ഓക്കെ, സ്റ്റാർട്ട്. നിങ്ങളുടെ കുടുംബത്തിലെ 2 പേർ ചേർന്ന് ഇത് കളിക്കാവുന്നതാണ്. കളിയുടെ നിയമം ഇങ്ങനെയാണ്. പരസ്പരം കാലിൻ്റെ ടോയിൽ ടച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണ്. 30 സെക്കൻഡിനുള്ളിൽ കാലിൻ്റെ ടോയിൽ ഏറ്റവും കൂടുതൽ ടച്ച് ചെയ്യുന്ന ആൾ വിജയായി പ്രഖ്യാപിക്കും. വെരി ഗുഡ്. വളരെ രസകരമായി കളിക്കാവുന്ന ഒരു ഗെയിമാണ്. ഓക്കെ, ഏതൊരു ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്യുന്നതിന് മുമ്പും നമ്മൾ വാമിംഗ് അപ്പ് ചെയ്യുന്നത് പോലെ തന്നെ ആ പ്രവർത്തനങ്ങൾ കഴിഞ്ഞതിന് ശേഷം വാമിംഗ് ഡൗൺ ചെയ്യുന്നത് വളരെ അത്യാവശ്യമാണ്.
കാരണം നമ്മളുടെ എല്ലാ മസിൽസും ഈ ആക്ടിവിറ്റികളിൽ എപ്പോഴും ഇൻവോൾവ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ചെറിയ പെയിൻ ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത കൂടുതലാണ്. ഈ പെയിനിൻ്റെയൊക്കെ കാഠിന്യം കുറയ്ക്കുന്നതിന് നമുക്ക് വാമിംഗ് ഡൗൺ എക്സർസൈസ് വളരെയധികം അത്യാവശ്യമാണ്. കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ രണ്ട് മുകളിലേക്ക് ഉയർത്തി വിരലുകൾ കോർത്ത് പിടിക്കുക. ശേഷം ശരീരത്തെ പറ്റാവുന്നത്ര മുകളിലേക്ക് ഉയർത്തുക. അല്പനേരം ഹോൾഡ് ചെയ്യണം. വെരി ഗുഡ്. ഉപ്പുറ്റികൾ താഴ്ത്തി ശരീരത്തെ വലതുവശത്തേക്ക് വളയ്ക്കുക. 8 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 8, 7, 6, 5, 4, 3, 2. വെരി ഗുഡ്. സ്ലോലി ഗെറ്റ് ബാക്ക്. ഇത്തരത്തിൽ ഇടതുവശത്തേക്കും പരമാവധി ശരീരത്തെ വളയ്ക്കുക. അല്പനേരം ഹോൾഡ് ചെയ്യുക. വെരി ഗുഡ്. സ്ലോലി ഗെറ്റ് ബാക്ക്. കൈവിരലുകൾ വിടർത്തിപ്പിടിച്ച് ശരീരത്തെ പറ്റാവുന്നത്ര മുന്നിലേക്ക് വളയ്ക്കുക. കാൽമുട്ട് വളയാതെ നോക്കണം. ഹോൾഡ് ചെയ്യുക. 3, 4, 5, 6, 7, 8. സ്ലോലി ഗെറ്റ് ബാക്ക്. സെയിം വേ. കൈകൾ ഉയർത്തി സാവധാനം പൂർവ്വസ്ഥിതിയിലേക്ക് കൊണ്ടുവരിക. കാലുകൾ അല്പം അകത്തി പിറകിലേക്ക് ശരീരത്തെ വളയ്ക്കണം. ഹോൾഡ് ചെയ്യുക. വെരി ഗുഡ്. സ്ലോലി ഗെറ്റ് ബാക്ക്. നൗ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് വലത് കാൽമുട്ട് മുകളിലേക്ക് ഉയർത്തി കാൽമുട്ടിൽ പിടിച്ച് പറ്റാവുന്നത്ര കാലുകളെ മുകളിലേക്ക് ഉയർത്തുക. അല്പനേരം ഹോൾഡ് ചെയ്യണം. വെരി ഗുഡ്. സ്ലോലി ഗെറ്റ് ബാക്ക്. ഇത്തരത്തിൽ ഇടത് കാലുയർത്തി ഇതേ എക്സസൈസ് ആവർത്തിക്കുക. യെസ്. സ്ലോലി ഗെറ്റ് ബാക്ക്. വലത് കാല് പിറകിലേക്ക് വളച്ച് കാലിൻ്റെ ക്വാഡ്രിസെപ്സ് മസിലുകൾ സ്ട്രെച്ച് ചെയ്യുക. അല്പനേരം ഹോൾഡ് ചെയ്യുക. തുടർന്ന് ഇത്തരത്തിൽ ഇടത് കാലുയർത്തി ഇതേ എക്സസൈസ് ആവർത്തിക്കുക. ഹോൾഡിംഗ്. 8 സെക്കൻഡ്. 5, 6, 7. ചേഞ്ച്. വെരി ഗുഡ്. വലത് കാല് ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെക്കുക. വലത് കാൽമുട്ട് മടക്കി ശരീരത്തെ മുന്നിലേക്ക് കൊണ്ടുവരിക. നിങ്ങളുടെ കാഫ് മസിൽ സ്ട്രെച്ച് ചെയ്യുന്നതായി അനുഭവപ്പെടാം. വെരി ഗുഡ്. ഇത്തരത്തിൽ ഇടത് കാലും ഒരു സ്റ്റെപ്പ് മുന്നിലേക്ക് വെച്ച് ഈ എക്സസൈസ് ആവർത്തിക്കുക. 8 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക. 8, 7, 6, 5, 4, 3, 2 ആൻഡ് റിലാക്സ്. സ്ലോലി ഗെറ്റ് ബാക്ക്. വീഡിയോ കണ്ട് സമ്മാനം നേടാൻ നിങ്ങൾ തയ്യാറാണോ? എങ്കിൽ ഇതാ നിങ്ങൾക്കായി ഒരു സുവർണാവസരം. നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായി LNCP സഹകരണത്തോടുകൂടി നടത്തുന്ന സ്റ്റേ ഫിറ്റ് എന്ന ഓൺലൈൻ പ്രോഗ്രാം കണ്ട് ദിവസവും അതിൽ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള ശരി ഉത്തരം ഞങ്ങൾക്ക് അയച്ചു തരിക. ശരി ഉത്തരം ആദ്യം അയക്കുന്ന 100 വിദ്യാർത്ഥികൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്ന സർട്ടിഫിക്കറ്റാണ് ലഭ്യമാകുക. ഓരോ മാസവും ഏറ്റവും അധികം ശരി ഉത്തരം നൽകുന്ന 100 വിദ്യാർത്ഥികൾക്ക് പ്രത്യേക സമ്മാനമുണ്ടായിരിക്കും. ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെ പങ്കെടുപ്പിക്കുന്ന 100 സ്കൂളുകൾക്ക് കേരള ഒളിമ്പിക് അസോസിയേഷൻ നൽകുന്ന പ്രത്യേക സർട്ടിഫിക്കറ്റും ഉണ്ടായിരിക്കും. വിജയികളുടെ വിവരങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കേരള ഒളിമ്പിക് അസോസിയേഷന്റെ ഒഫീഷ്യൽ ഫേസ്ബുക്ക് പേജിലാണ്. ഉത്തരങ്ങൾ അയക്കേണ്ട ഇമെയിൽ വിലാസം ശ്രദ്ധിക്കുക. KERALSOA1@gmail.com. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വൈകാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം ഒളിമ്പിക് വീഡിയോകൾ അതിവേഗം ലഭ്യമാകാൻ ബെൽ ഐക്കണും ക്ലിക്ക് ചെയ്യുക. കേരള ഒളിമ്പിക് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സായി LNCP സഹകരണത്തോടുകൂടി നടത്തുന്ന ഓൺലൈൻ പ്രോഗ്രാമായ സ്റ്റേ ഫിറ്റിന്റെ ഇന്നത്തെ കോൺടെസ്റ്റിലെ ചോദ്യമില്ല. ഞാൻ സുഭാഷ് ജോർജ്, കേരള സ്റ്റേറ്റ് ട്രയത്തലൺ അസോസിയേഷൻ വൈസ് പ്രസിഡൻറ്റും ട്രിവാൻഡ്രം ഡിസ്ട്രിക്ട് ട്രയത്തലൺ അസോസിയേഷൻ പ്രസിഡൻറ്റും കൂടാതെ ഇന്ത്യൻ ട്രയത്തലൺ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് മെമ്പറുമാണ്. അതുകൂടാതെ തന്നെ
2 പ്രാവശ്യം ഇന്ത്യയെ അത്ലറ്റിക്സ് ഏഷ്യൻ ഗെയിംസ് റെപ്രസെൻറ്റ് ചെയ്തിട്ടുള്ളതും അതോടൊപ്പം നിലവിൽ ഇന്ത്യൻ യൂത്ത് അത്ലറ്റിക് ചീഫ് കോച്ചുമാണ്. ട്രയാത്തലൻ എന്ന ഒരു കായിക ഇനം നിങ്ങളുടെ മുമ്പിൽ പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. ഒളിമ്പിക്സ് ഇനമായ ട്രയാത്തലൻ ജനങ്ങളുടെ ഇടയിൽ അത്ര പോപ്പുലർ അല്ലാത്തൊരു ഈവൻ്റ് ആണെങ്കിലും ഏറ്റവും കായിക ശേഷിയുള്ള വേണ്ട ഒരു ഇനം കൂടിയാണ്. ഞാൻ അജിത് കുമാർ വി ജി, സ്റ്റേറ്റ് ട്രയാത്തലോൺ അസോസിയേഷൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. കൂടാതെ സംസ്ഥാന പോലീസിൽ കമാൻഡോ വിങ്ങിൻ്റെ ഇൻസ്പെക്ടറായി ട്രിവാൻഡ്രത്ത് ജോലി ചെയ്യുന്നു. ട്രയ എന്ന് പറഞ്ഞാൽ 3 എന്ന് അർത്ഥമാക്കുകയാണ്. 3 ഈവൻറ്റുകളാണ് ഈ ട്രയാത്തലോണിൽ ഉള്ളത്. 1.5 കിലോമീറ്റർ സ്വിമ്മിങ്, 40 കിലോമീറ്റർ സൈക്ലിങ്, 10 കിലോമീറ്റർ റണ്ണിങ്. ഇത് 3 കൂടി ചേർന്നിട്ടാണ് ട്രയാത്തലോൺ. ജൂനിയർ ലെവലിൽ ഈ ഇനത്തിന്റെ നീളം കുറഞ്ഞിരിക്കും എങ്കിൽ പോലും ഈ ജൂനിയർ വിഭാഗം ആൺകുട്ടികളായാലും പെൺകുട്ടികളായാലും സ്വിമ്മിങ്ങും സൈക്ലിങ്ങും ഓട്ടവും ഉൾപ്പെട്ട ഈ കായിക ഇനം ഇന്ന് ഏറ്റവും കൂടുതൽ പ്രചാരം സിദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കായിക ഇനമാണ്. ഇത് ഒളിമ്പിക്സ്, കോമൺവെൽത്ത് ഗെയിംസ്, ഏഷ്യൻ ഗെയിംസ്, നാഷണൽ ഗെയിംസ് എന്ന പ്രമുഖ മത്സരങ്ങളിലെല്ലാം തന്നെ ഒരു ഈവൻ്റായിട്ട് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ കായിക ഇനത്തിന്റെ പ്രാധാന്യം യുവാക്കളിൽ എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. വിദ്യാർത്ഥികൾക്ക് ചെറുപ്രായത്തിൽ തന്നെ ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിൻ്റെ കാരണം മറ്റു കായിക ഇനങ്ങളിൽ നിന്നായി വ്യത്യസ്തമായി ഇതിന് കുറച്ചുകൂടി ഹാർഡ് വർക്കും കുറച്ചുകൂടി കായികക്ഷമതയും മാനസികമായ ഒരു ബലവും ആവശ്യമാണ്. കാരണം നീന്തുക, അത് കഴിഞ്ഞ് ഉടൻ തന്നെ സൈക്ലിംഗ് ചെയ്യുക, അത് കഴിഞ്ഞിട്ട് റണ്ണിങ് ചെയ്യുക. സ്വാഭാവികമായിട്ട് ഇതിനൊരു മാനസിക ഉല്ലാസം കൂടി നൽകുന്നതാണ്. അതുകൂടാതെ അവരുടെ ഈ ഒരു 3 ഘടകങ്ങളും ചെയ്യുന്നതോടൊപ്പം തന്നെ അവരുടെ വിദ്യാഭ്യാസ മേഖലയിൽ അവർക്ക് കുറെ കൂടി ബുദ്ധിപരമായി ഇടപെടാനും ഏത് പ്രതിസന്ധിയിൽ, അതായത് ജീവിതത്തിലുണ്ടാകുന്ന വളരെ പ്രതിസന്ധികൾ തരണം ചെയ്യാൻ കഴിയും. കാരണം അവർക്കൊരു ടാർഗറ്റാണ്. സ്വിമ്മിങ് ചെയ്യുമ്പോൾ ആ സ്ഥലം വരെ എത്തിയിട്ട് തിരിച്ചു വരണം. അപ്പോൾ ഒരു ലൈഫ് സേവിങ് കൂടെ അതിനകത്ത് അവർ പ്രാക്ടീസ് ചെയ്യുകയാണ്. അപ്പോൾ ഏത് ജീവിത സാഹചര്യത്തിൽ അവർക്ക് ഈ ഒരു ഈവൻറ്റ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ വളരെ നല്ലതായിരിക്കും. അതിനാൽ നമ്മുടെ രക്ഷിതാക്കളും അധ്യാപകരും കുട്ടികൾക്ക് ഇതിൻ്റെ പ്രാധാന്യം പറഞ്ഞ് മനസ്സിലാക്കുകയും അവരെ ഇതിലേക്ക് ആകർഷിക്കുകയും വേണം. അതിൽ കൂടി നമ്മുടെ ഇന്ത്യയുടെയും കേരളത്തിൻ്റെയും യശസ് ഈ കുട്ടികൾ കൂടി വാനോളം ഉയർത്തുവാൻ സാധിക്കും. ആയതിനാൽ എല്ലാ വിദ്യാർത്ഥികളെയും ഒളിമ്പിക് അസോസിയേഷനോട് ചേർന്ന് നിന്നുകൊണ്ട് എൻ്റെ പേരിലും സ്റ്റേറ്റ് ട്രയാത്തലോൺ അസോസിയേഷൻ്റെ പേരിലും എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ പദ്ധതിയിലേക്ക് ചെയ്യുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. ഇന്നത്തെ വെൽനസ് ടിപ്പ്. ഈ കോവിഡിന്റെ കാലത്ത് നമ്മുടെ ദിനചര്യകളെല്ലാം തന്നെ താളം തെറ്റിയ അവസ്ഥയിലായിരിക്കുമല്ലോ. ഇന്ന് നമ്മളൊരു ഫിറ്റ്നസ് ക്ലോക്ക് പരിചയപ്പെട്ടു. സൂചി ഓരോ സമയത്തിലും എത്തുമ്പോൾ വ്യത്യസ്ത രീതിയിലുള്ള ആക്ടിവിറ്റികൾ നമ്മൾ കൃത്യതയോടെ ചെയ്തു തീർത്തു. അതുകൊണ്ട് തന്നെ ആ ആക്ടിവിറ്റികളെല്ലാം തന്നെ വളരെ കൃത്യതയോടെ പരിശീലിക്കുവാൻ നമുക്ക് സാധിച്ചു. ഇതുപോലെ തന്നെ ആയിരിക്കണം നമ്മളുടെ ജീവിതചര്യകളും. രാവിലെ ഉണരുന്നത് മുതൽ രാത്രി ഉറങ്ങുന്നത് വരെ നമ്മൾ ചെയ്യുന്ന കൃത്യതയോടെയുള്ള പ്രവർത്തനങ്ങളെയാണ് ദിനചര്യ എന്ന് പറയുന്നത്. നമ്മൾ കൃത്യതയോടെ പ്ലാൻ ചെയ്താൽ നമുക്ക് നമ്മുടെ ദൈനംദിന പ്രവർത്തനങ്ങളെല്ലാം തന്നെ വളരെ കൃത്യസമയത്തിനുള്ളിൽ കൃത്യതയോടെ ചെയ്യാനായിട്ടും നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ ഊഷ്മളതയും കൂട്ടുവാനായിട്ടും സാധിക്കുന്നു. ഇന്നത്തെ പ്രവർത്തനങ്ങളെല്ലാം നിങ്ങൾക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഫിറ്റ്. താങ്ക് യു. കായികാരവം സദാ കവിതയായി ജ്വാലയാം തിരി ഇതാ തെളിമയായി.